എൻ്റെ പേര് റോബിൻ. ഞാൻ കോട്ടയം ജില്ലയിലെ കങ്ങഴയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോഴല്ല, ഇപ്പോൾ ഞാൻ UK നിന്നാണ് വരുന്നത്. 2024 ഏപ്രിൽ മാസം ഏകദേശം പകുതിയോടുകൂടി ഞാൻ ഒരു അപകടത്തിൽപ്പെട്ട് വീട്ടിലൊരു പണി ചെയ്തുകൊണ്ടിരുന്നപ്പം താഴെ വീണ് എൻ്റെ ഷോൾഡർ കുത്തി താഴെ വീണ് എൻ്റെ കൈ പൊക്കാൻ വല അതിഭയങ്കരമായ വേദനയായിരുന്നു. പിറ്റേ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. അത് കഴിഞ്ഞ് രാവിലെ ഞാൻ രാവിലെ തന്നെ പോയി ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ എക്സ്റേ എടുത്തു. അത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു എല്ലിന് പൊട്ടലൊന്നുമില്ല, കുഴപ്പമില്ല, കുറച്ച് ഓയിൻമെൻറ്റും ഒക്കെ തന്നു. വന്നിട്ട് പറഞ്ഞു ഇത് തേച്ചിട്ട് പോയി എക്സർസൈസൊക്കെ ചെയ്താൽ മതി, ശരിയായിക്കോളുമെന്ന്. പിന്നെ 2 ആഴ്ച വരെ ഞാൻ ഇത് നോക്കിയിരുന്നു. എന്നും വീണ്ടും വേദന കൂടി വരികയാണ്. പിന്നെ വീണ്ടും ഡോക്ടറെ കാണാൻ ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കണം. അങ്ങനെ വീണ്ടും സ്കാൻ ചെയ്തു. അപ്പോഴും പറയുന്നു മസിൽ കീറിയിട്ടുണ്ട്, അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അത് ഓപ്പറേഷൻ ചെയ്തേ മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ അതിനുവേണ്ടി 2 ലക്ഷം രൂപ തയ്യാറാക്കിക്കൊള്ളുക. പിന്നെ 2 മാസം റെസ്റ്റ് എടുക്കണം, കൈ അനക്കാൻ പാടില്ല. പിന്നെ 3 മാസം എക്സർസൈസ് ചെയ്യണം. ആ ദിവസം ആ വീണ അന്ന് തന്നെയാണ് എനിക്ക് UK വിസ ലഭിക്കുന്നത് ഡിപ്പെൻഡൻ്റായിട്ട്. എനിക്ക് 4 മക്കളാണ്, 4 പെൺകുട്ടികളാണ്. അങ്ങനെ ഞങ്ങൾ ആകെ ഒരു വിഷമത്തിൽ പെട്ടുപോയി. ഞങ്ങൾ 3 വർഷത്തോളമായി ആരാധന കൂടിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ധൈര്യത്തിന് വേണ്ടി വീണ്ടും അച്ഛനെ നേരിട്ട് കാണാൻ ഞാനും മക്കളും കൂടെ ഇവിടെ എത്തി. അങ്ങനെ അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പോകുക, ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട, എല്ലാം ശരിയായിക്കോളൂ എന്ന് പറയും. അങ്ങനെ അച്ഛൻ പകർന്നു തന്ന ദിവ്യകാരുണ്യനാഥനിൽ പകർന്നു തന്ന ആ വിശ്വാസത്തിൽ ഞാൻ പോയി. ആയുർവേദത്തിൽ നിന്നും കുറേ മരുന്നുകളൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷേ എങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് തൈലം ലഭിച്ചു, അത് കൊണ്ടുപോയി. പിന്നെ ആരാധന കൂടുന്ന സമയത്ത് മൊബൈലിൽ ദിവ്യകാരുണ്യനാഥൻ്റെ ദിവ്യകാരുണ്യത്തെ തൊട്ട് കുരിശ് വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഈ ആയുർവേദ മരുന്നുകളുടെ കാര്യം ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അതൊന്നും തേച്ചില്ല. കൈ ഇപ്പോൾ നല്ല സുഖമായിട്ട് ഉയർത്താം, ഒരു കുഴപ്പമില്ല. ഓപ്പറേഷൻ ചെയ്തില്ല, അതുപോലെ തന്നെ മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഇത്രയും നല്ല അനുഗ്രഹം തന്ന ദിവ്യകാരുണ്യനാഥന് 1000 നന്ദി പറയുന്നു. അക്കൂടെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച കാനാട്ടച്ഛനും ടീം അംഗങ്ങൾക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ അനവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനൊക്കെ നേരത്തെ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുമുണ്ട്. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.